ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبعد فأحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله فاتقوا الله يا عباد الله സഹോദരന്മാരെ, ഈ വൈകിയ സമയത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അഇമ്മത്തുൽ ഇസ്ലാം രചിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കൃതി മുൻനിർത്തിക്കൊണ്ടോ ഒരു വിശദമായ ദർസോ അല്ലെങ്കിൽ ഒരു കലിമയോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇവിടെ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വരേണ്ടി വന്നപ്പോൾ ഇസ്ലാമിനെയും സുന്നത്തിനെയും സ്നേഹിക്കുന്ന, ശരിയായ അഖീദയും മൻഹജും ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരന്മാരോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു നസീഹത്ത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാവരും കടുത്ത അങ്കലാപ്പിലാണ്. ആരോട് നമ്മൾ സംസാരിച്ചു നോക്കിയാലും എല്ലാവർക്കും കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും നിരാശരാണ്. കടുത്ത നിരാശ എല്ലാവരെയും പിടികൂടിയിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റും. അതേ സന്ദർഭത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ അങ്കലാപ്പുകളോ അല്ലെങ്കിൽ നിരാശയോ പിടിപെടേണ്ടതുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ഇല്ല എന്നതാണ് സത്യം. അവൻ ശരിയായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എത്രത്തോളം പ്രതികൂലമാണെങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അവന്റെ മുന്നിൽ വഴി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വഴി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മുഅ്മിനായ ഒരു മനുഷ്യന് ഉണ്ടാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ വഴി കാണിക്കുന്നത്. ഇബ്രാഹിമു അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വചനം വിശുദ്ധ ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ തഫ്സീറായി വ്യാഖ്യാനമായി പറയപ്പെടുന്ന വചനം. ആ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് എന്റെ റബ്ബ് ഇന്നഹു സയഹ്ദീൻ, അവൻ എനിക്ക് നേരായ വഴി കാണിച്ചു തന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ മുന്നിൽ വഴിമുട്ടിപ്പോയല്ലോ, എന്റെ മനസ്സിലും എന്റെ കണ്ണിലുമുള്ള എല്ലാ വെളിച്ചവും ഒരേ സമയത്ത് അസ്തമിച്ച് ഞാനിതാ വഴി മുട്ടിപ്പോയല്ലോ എന്നൊരവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വരില്ല. എനിക്ക് ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് നേർവഴി കാണിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനത്തിന്റെ ഭാഗം കൂടിയാണ്. പക്ഷെ ഒരു കാര്യം, എന്നിട്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളായ ആളുകൾ തന്നെ കടുത്ത നിരാശയിലും അങ്കലാപ്പിലും ആശയക്കുഴപ്പത്തിലും അകപ്പെടുന്നത്? അവര് ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നില്ല.
ദീൻ പ്രയോഗവൽക്കരിക്കേണ്ടതായ സ്വഹാബത്ത് കാണിച്ചു തന്ന രൂപത്തിൽ മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കാൻ മുതിരുന്നില്ല. ദീനിനെ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വഴി നഷ്ടപ്പെട്ട ഒരു തോന്നൽ, ഒരങ്കലാപ്പ് ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അവരെ നിരാശ പിടികൂടുന്നത്. സത്യത്തിൽ നമുക്ക് രണ്ടവസ്ഥകളുണ്ടാകും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ടവസ്ഥകളുണ്ടാകും. ഒന്ന് ഹാലത്തുൽ ഇഖ്തിയാർ. അഇമ്മത്തുൽ ഇസ്ലാം ഈ അവസ്ഥക്ക് പറയുന്നത് ഹാലത്തുൽ ഇഖ്തിയാർ. പൂർണ്ണമായി നമുക്ക് നമ്മുടെ വിവേചനമനുസരിച്ചു തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യവും അവസരവും നിലനിൽക്കുന്ന അവസ്ഥ, അതിനാണ് ഹാലത്തുൽ ഇഖ്തിയാർ എന്ന് പറയുന്നത്. അത് അപൂർവം ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിലനിർത്തുന്ന ഒരു കാര്യമാണ്. ആ അവസ്ഥ കൂടുതൽ കാലം നിലനിന്നുകൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ നമ്മൾ എടുത്തു നോക്കുക. പ്രവാചകനായി നിയുക്തനായിട്ട് 22 വർഷവും ഏതാനും മാസങ്ങളും മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളത്. ഈ കാലയളവിൽ ആദ്യത്തെ 13 വർഷകാലം മക്കയിലായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹാലത്തുൽ ഇഖ്തിയാർ, ഞാൻ ഈ പറഞ്ഞ അവസ്ഥ, അഥവാ സ്വന്തം തീരുമാനമനുസരിച്ച് ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സ്വാതന്ത്ര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നത് അതീവ രഹസ്യമായിട്ടാണ്. ആദ്യത്തെ 3 വർഷം അതീവ രഹസ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തത്. തന്റെ കുടുംബത്തിൽപ്പെട്ട, തന്നോട് വളരെ വ്യക്തിപരമായി അടുത്തിടപഴകുന്ന, നല്ലവരെന്ന് തോന്നുന്ന ആളുകളോട് സ്വകാര്യമായി കാര്യങ്ങൾ പറയുന്നു. അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ലഭിക്കാൻ തൗഫീഖ് നൽകുന്ന ആളുകൾ അത് സ്വീകരിക്കുന്നു, അല്ലാത്തവർ മുഖം തിരിച്ചു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് വസ്ദഅ ബിമാ തുഅ്മർ വഅഅ്രിദ് അനിൽ ജാഹിലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്ദേശം സ്വകാര്യമായി പ്രബോധനം ചെയ്യേണ്ടുന്ന ഘട്ടം അവസാനിച്ചിരിക്കുന്നു. മറിച്ച് വെട്ടിത്തുറന്ന് പരസ്യമായി പ്രബോധനം ചെയ്യാൻ താങ്കൾ ഒരുങ്ങിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായ പ്രബോധനത്തിന് ഒരുങ്ങുകയായി. പരസ്യമായ ഒരു പ്രബോധനവുമായി റസൂലുള്ള രംഗത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സാമൂഹ്യാന്തരീക്ഷം അവസാനിക്കുകയാണ്. എല്ലാ തലങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരികയാണ്. കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുവെന്ന് മാത്രമല്ല, ഏതെല്ലാം രൂപത്തിൽ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം ഉപദ്രവിക്കാൻ ഖുറൈശി പ്രഭൃതികൾ അവരൊരിക്കലും തന്നെ മടിച്ചു നിന്നില്ല. അവിടുന്ന് കഅബയുടെ അരികിൽ പോയി നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കഴുത്തിൽ ചാർത്തിക്കൊടുത്ത സന്ദർഭമുണ്ടായിട്ടുണ്ട്. തന്റെ മകൾ വന്നിട്ട് കഴുത്തിൽ നിന്ന് ആ കുടൽമാലകൾ വലിച്ചു മാറ്റിയതിന് ശേഷം തല പൊക്കാൻ സാധിച്ച സന്ദർഭമാണ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് സംസാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് ലോക്യം കാണിച്ചതിന്റെ പേരിൽ തന്റെ മറ്റൊരു സുഹൃത്ത് അധിക്ഷേപിക്കുകയും മുഹമ്മദിനോട് നീ അധിക്ഷേപിച്ച് സംസാരിക്കുകയും മുഖത്തടിക്കാൻ വേണ്ടി തുനിയുകയും ചെയ്യണം, എങ്കിലേ ഞാൻ നീയുമായി ഇനി ബന്ധമുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് വളരെ മോശമായി സംസാരിക്കുകയും റസൂലുള്ളാഹിനെ കരണത്തടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം! അതെല്ലാം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള അപൂർവം ചില വ്യക്തികളിൽ ചിലര്, അബൂബക്കറിനെ പോലെയുള്ള ആളുകൾ റളിയല്ലാഹു അൻഹും, അവര് ദീനനുസരിച്ച് ജീവിച്ച് നടക്കുന്നത് കാണുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കാൻ ആളുകൾ മുതിരുകയായി. അവരെ എല്ലാവരും കൂടി പ്രയാസപ്പെടുത്തുമ്പോൾ അബൂബക്കർ തന്നെ നാട്ടിലെ പ്രമാണിയാണ്, അദ്ദേഹം തന്നെ ആ നാട് വിട്ടു പോകാൻ തീരുമാനമെടുക്കുകയാണ്.
അപ്പോഴാണ് ഇബ്നു ദുഗ്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നത്. താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട് വിട്ടുപോകാൻ പാടില്ല, താങ്കൾക്ക് ഞാൻ സംരക്ഷണം നൽകും, എന്റെ സംരക്ഷണത്തിൽ താങ്കൾ ഇവിടെ ഈ മക്ക പട്ടണത്തിൽ തന്നെ നിന്നുകൊള്ളണം. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഇബ്നു ദുഗ്ന നൽകിയിട്ടുള്ള സംരക്ഷണ ഉടമ്പടി കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇബ്നു ദുഗ്നക്ക് സാധിക്കുന്നില്ല. ഖുറൈശി നേതാക്കന്മാര് അവര് വന്നിട്ട് ഇബ്നു ദുഗ്നയോട് പറയുന്നു, നീ അബൂബക്കറിന് സംരക്ഷണം നൽകിയോ? നിന്റെ ആ സംരക്ഷണം, നീ കൊടുത്തിട്ടുള്ള ഉടമ്പടി അത് പാലിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഇബ്നു ദുഗ്ന പറയുന്നു, താങ്കൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന ആ സംരക്ഷണ ഉടമ്പടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുന്നുവോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു കാലയളവിലാണ് റസൂലുള്ളാഹി ജീവിച്ചത്, 13 കൊല്ലകാലം. ആ 13 കൊല്ലകാലത്തിനിടയിൽ ചിലപ്പോഴൊക്കെ ചില ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിഭവിക്കുന്നു. തന്റെ യജമാനന്മാർ അടിമകളായ പലരും മുസ്ലിങ്ങളായിട്ടുണ്ട്. അവർ വന്നിട്ടാണ് പറയുന്നത്, എന്റെ യജമാനൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തും അംഗീകരിച്ചു, വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ കരണത്തടിക്കുകയും അതുപോലെ തന്നെ പുറത്തും മുഖത്തും ചൂടുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് അലാ തസ്തൻസിറുല്ലാഹ ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് സഹായത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുക, ഇനി ഒരു സമയം വരാനിരിക്കുന്നു, ഈ ജസീറത്തുൽ അറബ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ഏതൊരാൾക്കും നിർഭയമായി സഞ്ചരിക്കാവുന്ന, തന്റെ കൂടെയുള്ള ആടിനെ വല്ല ചെന്നായയും പിടിക്കുന്ന കാര്യം മാത്രമേ നോക്കാനുള്ളൂ, മറ്റൊന്നും പേടിക്കാനില്ലാത്ത വിധം മതത്തിന്റെ പേരിലുള്ള യാതൊരു ചൂഷണമോ യാതൊരു പീഡനമോ യാതൊരു മർദ്ദനമോ നിലനിൽക്കാത്ത, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. വലാകിന്നകും ഖൗമുൻ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്, നിങ്ങൾ ധൃതി കാണിക്കാതിരിക്കുക. നബി അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യാസിർ കുടുംബം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൈകളിൽ അവരിൽപ്പെട്ട ചില ആളുകൾ രക്തസാക്ഷ്യം വരിക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ക്രൂരമായ പീഡനങ്ങൾ കൊണ്ട് രക്തസാക്ഷ്യം വരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആശ്വാസത്തിന്റെ വചനം നൽകി. സ്വബ്റൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാണ്. നിങ്ങൾക്കിവിടം നഷ്ടപ്പെട്ടാൽ ഒന്നുമല്ലാതെ പകരം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് വാഗ്ദത്ത ഭൂമി സ്വർഗമാണ്. ആ സ്വർഗവും ഈ ദുനിയാവും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾ ക്ഷമിക്കുക. സ്വബ്റൻ, അല്പമൊക്കെ കഴിവുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങോട്ട് ഞങ്ങൾ ആക്രമിക്കുമ്പോൾ ആ ആക്രമിക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റുമോ നബിയെ? ഞങ്ങളൊന്ന് അവർ ഈ വിധത്തിൽ നമ്മളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാനൊന്ന് തുനിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തുനിന്നു. അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൽപ്പന നൽകിയില്ല, നിങ്ങൾ നിങ്ങളുടെ കൈകൾ നിയന്ത്രിച്ചു കൊള്ളണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ കൈ നിയന്ത്രിച്ചു കൊള്ളണം, കൈ നീട്ടാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല. ഇതാണ് ഹാലത്തുൽ ഇൽത്തിറാർ എന്ന് പറയുന്ന അവസ്ഥ. ആദ്യം ഞാൻ പറഞ്ഞത് ഹാലത്തുൽ ഇഖ്തിയാർ, രണ്ടാമത്തെ ഘട്ടം ഇതാണ്. നമുക്ക് നമ്മുടെ ഡിസ്ക്രിഷൻ അനുസരിച്ച്, നമ്മുടെ വിവേചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കാത്ത, പരിമിതമായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, ചിലപ്പോ സ്വാതന്ത്ര്യം വളരെ കുറവായിരിക്കും. ആ ഹാലത്തുൽ ഇൽത്തിറാറിലും മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടി വരും. അവിടെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ജീവിക്കേണ്ട നിയമങ്ങളും ഇസ്ലാമിലുണ്ട്. മുഅ്മിനീങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണം ആരെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. മുഅ്മിനീങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എടുത്തു കാണിച്ചു തരുന്നത് ഫിർഔനിന്റെ ഭാര്യ ആസിയത്തു റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ്. ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അവരെവിടെയാണ് താമസിക്കുന്നത്? ഈജിപ്തിലാണ് താമസിക്കുന്നത്. ഈജിപ്തിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ടൈറന്റ്, ഏറ്റവും വലിയ ഭീകരനായ ഫറോവ ഫിർഔൻ ഭരിക്കുന്ന കാലം. അലൈസ ലീ മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ സർവാധിപത്യം എനിക്കല്ലേ അവകാശപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഫറോവ ഭരിക്കുന്ന കാലം. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ ഒഴുകുന്ന നദികൾ എന്റെ കൽപ്പന പ്രകാരം, എന്റെ കീഴ്ഭാഗത്തു കൂടെ എന്റെ കൽപ്പന പ്രകാരമല്ലേ ഒഴുകുന്നത്, അവയുടെ മേൽ എനിക്കല്ലേ എല്ലാ അധീശത്വവും ഉള്ളത് എന്ന് അവകാശപ്പെടുന്ന ഫറോവ ഭരിക്കുന്ന നാട്. അന റബ്ബുക്കുമുൽ അഅല, നിങ്ങളുടെ പരമോന്നതനായ റബ്ബ് ഞാനാണ് എന്ന് സ്വയം റുബൂബിയത്ത് അവകാശപ്പെടുന്ന ഫിർഔൻ, അവൻ ഭരിക്കുന്ന നാട്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരു ഇലാഹ് ആരാധ്യൻ നിങ്ങൾക്കില്ല, നിങ്ങൾ എന്നെ ആരാധിച്ചു കൊള്ളണം, വേറെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല എന്ന് തുറന്നടിക്കുന്ന ഫറോവ ഭരിക്കുന്ന ആ ഈജിപ്ത്. ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി ലജഅലന്നക മിനൽ മസ്ജൂനീൻ, എന്നെയല്ലാതെ മറ്റാരെയെങ്കിലും നീ ആരാധിച്ചാൽ നിന്നെ ഞാൻ കൽത്തുറുങ്കിലടക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഫറോവയുടെ നാട്. ആ ഫറോവയുടെ കൊട്ടാരത്തിൽ ആ ഫറോവയുടെ ഭാര്യയായി ജീവിക്കുന്ന ആസിയത്തു റളിയല്ലാഹു തആല അൻഹാ, അവരെ കുറിച്ചാണ് ഏറ്റവും നല്ല വിശ്വാസികൾക്കുള്ള ഒരു ഉപമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഹാലത്തുൽ ഇൽത്തിറാറിൽ, നിർബന്ധിതമായ അവസ്ഥ, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് സ്വാതന്ത്ര്യമില്ല, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ദീൻ നമുക്ക് അനുചരിക്കുവാൻ, ആചരിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ അവകാശമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ചുറ്റുപാട്, ആ അവസ്ഥക്കാണ് ഹാലത്തുൽ ഇൽത്തിറാർ. ആ ഹാലത്തുൽ ഇൽത്തിറാർ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും മുസ്ലിമീങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥകളാണ്. അതിലേറ്റവും കൂടുതൽ കാലഘട്ടം ഹാലത്തുൽ ഇൽത്തിറാറിന്റെ കാലഘട്ടമാണ്. ഹാലത്തുൽ ഇഖ്തിയാർ എന്ന് പറയുന്നത്, നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ, വളരെ 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 കുറഞ്ഞ കാലം മാത്രമേ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സമയം വരുമ്പോ ഹാലത്തുൽ ഇൽത്തിറാറിൽ എങ്ങനെ ജീവിക്കണം? അവിടെ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്, വിശുദ്ധ ഖുർആനിൽ 90 സന്ദർഭങ്ങളിലാണ് ക്ഷമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമനോഹരമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളത്. 90 സന്ദർഭങ്ങളിൽ ക്ഷമയെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായ വിവരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. ചിലര് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയും, മുഴുവൻ ക്ഷമകേടും കാണിച്ച് അതിന്റെ അവസാനം പറയുന്നു, ക്ഷമകേട് അവസാനിപ്പിക്കുന്നത് ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയട്ടെ. അത് ക്ഷമ എന്താണ് എന്നറിയാത്തവരാണ്. മറിച്ച് ഹാലത്തുൽ ഇൽത്തിറാറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇത് അള്ളാഹു എനിക്ക് എന്റെ മേൽ ചെലുത്തിയിട്ടുള്ള, എന്റെ മേൽ അള്ളാഹു ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതില് എനിക്ക് സാധിക്കുന്നത് എത്രയോ അത്ര ഞാൻ ചെയ്യുന്നു, എനിക്ക് സാധിക്കാത്തതെന്തോ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് ആ കാര്യത്തെ ഞാൻ വിടുന്നു. ഇത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അവിടെ നമ്മൾ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ക്ഷമകേട് കാണിച്ചിട്ട് വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം എന്ന് പറയുന്ന ചില തത്വശാസ്ത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കറുത്ത നോട്ടീസില് കറുത്ത ബാക്ക്ഗ്രൗണ്ടില് വെളുത്ത മഷിയില് വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം, അത് ജനങ്ങളെ പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവര് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ മുൻഗണനാക്രമങ്ങളും ഇസ്ലാം നമ്മുടെ മുമ്പാകെ നമുക്ക് ജീവിച്ചു പോകാനുള്ള ഈ രണ്ടവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിച്ച് തന്നിട്ടുള്ളതും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അത് ശരിയായ വിധം ആലോചിക്കാത്തത് കൊണ്ടാണ് ഈ അവസ്ഥാവിശേഷം ഉണ്ടാക്കുന്നത്. മറിച്ച് എവിടെ
ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ക്ഷമിക്കുക, ഇതാണ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ ക്ഷമിക്കാതെ നിലവിലേതെങ്കിലും ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ അതിനു വേണ്ടി ഭരണകൂടത്തിനെതിരിൽ അല്ലെങ്കിൽ നിയമത്തിനെതിരിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥക്കെതിരിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളൊരു പ്രവണത അല്ല. ഈ പ്രവണതക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം. ദുൽ ഖുവൈസിറ അത്തമീമി, നെറ്റി വളരെ വിശാലമായിരുന്നു, അതുപോലെ തന്നെ അല്പം കുഴിഞ്ഞ കണ്ണുകളോട് കൂടിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം തലമുണ്ടനം ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സമരാർജിത സമ്പത്ത് വീതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നുകൊണ്ട് പറയുന്നു, ഈ ഖിസ്മ, ഈ സ്വത്ത് വിഹിതം ചെയ്തിട്ടുള്ളത്, ഭാഗം വെച്ചിട്ടുള്ളത് മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ല. മുഹമ്മദ് നബി ഇത് വീതം ചെയ്തിരിക്കുന്നത് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വീതം വെക്കലല്ല ഇത്. രണ്ടാമതായിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് താങ്കൾ ഈ സ്വത്ത് വീതം വെക്കുന്നിടത്ത് നീതി കാണിക്കണം, താങ്കൾ അനീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോ അനീതിയോടും അസമത്വങ്ങളോടും ഞങ്ങൾ ഒരിക്കലും തന്നെ പൊരുത്തപ്പെടില്ല. ഞങ്ങൾ എന്താണ്, വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഇവിടുന്നാണ് ദുൽഖുവൈസുറത്തിന്റെ അടുക്കൽ നിന്നാണ് ഈ സമുദായത്തിലേക്കുള്ള വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം ആദ്യമായി കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഇബ്നുൽ ഖത്താബും അതുപോലെ തന്നെ ഖാലിദ് ഇബ്നുൽ വലീദും ഒക്കെ ആവശ്യപ്പെടുകയാണ്, നബിയെ താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്ത് ഞാൻ വെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. ഇല്ല, അദ്ദേഹത്തെ നിങ്ങൾ വെറുതെ വിട്ടേക്കൂ. അദ്ദേഹത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടാൻ അന്ന് സ്വഹാബത്തിന് പ്രയാസമുണ്ടായത് കൊണ്ടല്ല, അതിന് മറിച്ചൊരു വ്യാഖ്യാനം വരും. മുഹമ്മദ് ഇതുവരെ തന്റെ എതിരാളികളെയാണ് വാളുവെച്ചത്. ബദറിലും ഉഹദിലും ഖന്തഖിലും ഖൈബറിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാട്ടം നടത്തിയത് അള്ളാഹുവിന്റെ ശത്രുക്കളോടാണ്, തൗഹീദിന്റെ ശത്രുക്കളോടാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളോടാണ്. ഇപ്പൊ മുസ്ലിമാണെന്ന് പറഞ്ഞ് റസൂലുള്ളാന്റെ കൂടെ വരുന്ന ആളുകൾ സ്വന്തക്കാർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖഡ്ഗം പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രചാരണം ഉണ്ടാകും. അവനെ വിട്ടേക്കൂ. ഇതിന് ചരിത്രം ബാക്കി നിൽക്കുന്നുണ്ട്. ഇന്നഹു യഖ്റുജു മിൻ ഹാദാ അഖ്വാം, ഇവന്റെ മുതുകിൽ നിന്ന് പിൻതലമുറക്കാര് വരാനുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? യഖ്റഊനൽ ഖുർആന വലാ യതജാവസു അൻ തറാഖീഹിം, അവർ ഖുർആൻ പാരായണം ചെയ്യും. പക്ഷെ അവരെത്ര പാരായണം ചെയ്തിട്ടെന്താണ്, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന്, അവരുടെ കണ്ടത്തിൽ നിന്ന് അത് മുകളിലേക്ക് അള്ളാഹുവിലേക്ക് ഉയരുന്നില്ല, ഉയർത്തപ്പെടില്ല. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടാൽ തഹ്ഖറൂന സ്വലാതകും ഇലാ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളതൊന്നുമല്ല. അവരത് ഭക്തിസാന്ദ്രമായ നമസ്കാരങ്ങൾ, ദീർഘം അവര് രാത്രിയിൽ ദീർഘമായി നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ അവര് ആരാധനാകർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്, വളരെ നിസ്സാരമായി തോന്നും. യതഖഫറൂനൽ ഇൽം, ഇൽമിന് വേണ്ടി അവർ മരുഭൂമികൾ താണ്ടും. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദുൽഖുവൈസുറയുടെ മുതുകിൽ നിന്ന് പിന്നീട് പിൽക്കാലത്ത് വരാനിരിക്കുന്ന പിന്മുറക്കാർ, അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത് കിലാബു അഹ്ലിന്നാർ, നരകവാസികളുടെ കിലാബ്, നായ്ക്കളാണവർ. ശർറു ഖത്ലാ തഹ്ത അദീമിസ് സമാ, ആകാശത്തിനു കീഴെ വധിക്കപ്പെട്ടവരിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണവർ. ആ ഇവന്റെ പിന്തലമുറക്കാര് അവര് വന്നിട്ട് മുസ്ലിമീങ്ങളെ, അവര് കുഫാറുകൾ ഒഴിവാക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരിൽ വാള് പ്രയോഗിക്കുകയും ചെയ്യുന്ന ആ കാലത്ത് അവരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ ലഖതുലന്നഹും ഖത്ല ആദ്,
ആദിനെ നശിപ്പിച്ചതുപോലെ അവരെ ഞാൻ നശിപ്പിക്കുമായിരുന്നു. അവരോട് യുദ്ധം ചെയ്യുന്ന, അവർക്കെതിരിൽ വാള് പ്രയോഗിക്കുന്ന ആളുകൾ അവരാണ് ഏറ്റവും നല്ല യോദ്ധാക്കളെന്നും, അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് വധിക്കപ്പെടുന്ന ആളുകളാണ് വധിക്കപ്പെടുന്നവരിൽ ഏറ്റവും മോശക്കാരെന്നും, അവർക്കെതിരിൽ യുദ്ധം ചെയ്യുന്ന മുസ്ലിമീങ്ങളാണ് ഏറ്റവും നല്ല യോദ്ധാക്കളെന്നും, അങ്ങനെ ആ ദുൽഹുവൈസിറയുടെ പിൻഗാമികളിൽ നിന്ന് വധിക്കപ്പെടുന്ന ആളുകൾ അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ, വധിക്കപ്പെട്ടവരിൽ ഏറ്റവും മോശപ്പെട്ടവരെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവിടുന്ന് അങ്ങ് തുടങ്ങി ഈ വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം ഉയർത്തിപ്പിടിക്കാൻ. ആര് ഭരിച്ചാലും, ആരൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്താലും അവരെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി കുറച്ചാളുകൾക്ക് തോന്നാതിരിക്കൂല. അസംതൃപ്തരായ ഒരു വിഭാഗം എപ്പോഴും സമൂഹത്തിലുണ്ടാകും. അതിന്റെ ഏറ്റവും നല്ല നിദർശനമാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് ഇതിനകം പറഞ്ഞു കഴിഞ്ഞത്. ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ള സമരാർജിത സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയാണ്, വേറെ ആരുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓഹരി വെക്കുമ്പോൾ ദുൽഹുവൈസിറ അദ്ദേഹം തന്നെയാണ് പറയുന്നത്, മുഹമ്മദേ നീ നീതി പാലിക്കണം, ഇതിൽ നീതിയില്ലെന്ന്. മുഹമ്മദ് നബിയോടാണ് പറയുന്നത്, മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, ഈ വിഭജനം, ഈ വീതം വെക്കൽ അള്ളാന്റെ വജ്ഹിന് വേണ്ടിയുള്ളതല്ല, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള വീതമല്ല എന്ന് റസൂലുള്ള ചെയ്തിട്ടുള്ള. അവിടുന്ന് ഉത്തരം പറഞ്ഞു, അലാ തഅ്മനൂനി, നിങ്ങൾക്ക് എന്നെ വിശ്വസ്തനായി കാണാൻ പറ്റുന്നില്ല അല്ലേ? അന അമീനു മൻ ഫിസ് സമാ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഏഴാകാശങ്ങൾക്കുപരിയിൽ അർശിന്റെയും മീതെ, അർശിനു മീതെ ഉള്ള അല്ലാഹു, ആ റബ്ബുൽ ആലമീനായ റബ്ബുൽ ആലമീനായ അല്ലാഹ്, അവൻ എന്നെ അമീനായി നിശ്ചയിച്ചിരിക്കുന്നു, അവൻ എന്നെ അമീനായി നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോ ഏഴാകാശങ്ങളുടെ ഉപരിയിൽ നിന്ന് മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും ഉടമസ്ഥനും സൃഷ്ടാവും നിയന്താവുമായ റബ്ബുൽ ആലമീനായ അല്ലാഹ് വിശ്വസ്തൻ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചിട്ടുള്ള മുഹമ്മദ് നബി കൈകാര്യം ചെയ്തപ്പോൾ അതിൽ അതൃപ്തരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എപ്പോഴും അതൃപ്തരായ ഒരു വിഭാഗം ഉണ്ടാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയ്യിഹാ, ഈ ഉമ്മത്തിലേക്ക് നിയുക്തനായ പ്രവാചകൻ മുഹമ്മദ് നബി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. അദ്ദേഹം ഭരിച്ചപ്പോ അതൃപ്തരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാന്റെ പത്നിമാരിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഫദക്കിലുള്ള സ്വത്ത് ഞങ്ങൾക്ക് വീതം വെച്ച് തരണം, ഫദക്കിലുള്ള സ്വത്ത് ഞങ്ങൾക്ക് വീതം വെച്ച് തരണം. അതിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ചെലവിന് തന്നിരുന്നത്. ഇന്ന് റസൂലുള്ള മരണപ്പെട്ടു പോയാൽ ആ സമ്പത്തിന്റെ അനന്തരാവകാശികൾ അവിടുത്തെ പത്നിമാരായിട്ടുള്ള വിധവകളായിട്ടുള്ള ഞങ്ങളാണ്. അതെന്തിന് ഖലീഫ അബൂബക്കർ താങ്കൾ സ്വന്തമാക്കി വെക്കണം, അത് ഞങ്ങൾക്ക് തരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നടപടിയിൽ അതൃപ്തരായിട്ട് അങ്ങനെ അവർ ചില സംസാരങ്ങൾ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കത് വീതം വെച്ച് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം അത് എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഏതാണ് ആ വചനം? അവിടുന്ന് പറയുകയുണ്ടായി, നഹ്നു മആശിറുൽ അംബിയാഇ ലാ നൂറത് മാ തറക്നാഹു സദഖ, ഞങ്ങൾ പ്രവാചക സമൂഹം ലാ നൂറത്, ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സമ്പത്ത് ഞങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ അതൊരിക്കലും തന്നെ ഞങ്ങളുടെ പിൻതലമുറക്കാർ അവര് അനന്തരമെടുക്കുന്ന പ്രശ്നമില്ല. മാ തറക്നാഹു സദഖ, ഞങ്ങൾ വിട്ടേച്ചു പോകുന്ന സമ്പത്ത് ഈ സമുദായത്തിനുള്ള സ്വതക്കയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് എനിക്ക് നിവൃത്തില്ല. അബൂബക്കർ സിദ്ദീഖ് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ആ സിദ്ഖുൽ അസീമ അത് വേറെ ആരും സഹാബികളിൽ മറ്റൊരാൾക്കും അത്രയും കടുത്ത ആ ഉറച്ച ആ ദാർഢ്യം മറ്റൊരാളിലും കാണാൻ കഴിയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് 17 നമസ്കാരം അബൂബക്കർ സിദ്ദീഖാണ് റസൂലുള്ള മരിക്കുന്നതിന് മുമ്പ് തന്നെ മുഅ്മിനീങ്ങൾക്ക് ഇമാമായി, റസൂലുള്ള മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ള ഹുജ്റത്ത് കിടക്കുമ്പോ ഇമാമായി നിസ്കരിച്ചത്. അബൂബക്കർ സിദ്ദീഖിനെ ഇമാമാക്കാൻ പോകുമ്പോ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ തന്നെയാണ് പറയുന്നത്, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട്, നബിയെ, അബൂബക്കർ വളരെ തരള മനസ്സോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരഞ്ഞു പോകും. ഖുർആൻ പാരായണം ചെയ്തോ അബൂബക്കർ കരയും. അതുകൊണ്ട് എന്താണ് പാരായണം ചെയ്യുന്നത് എന്ന് പിന്നിലുള്ള ആളുകൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം പെട്ടെന്ന് കരയുന്ന പ്രകൃതക്കാരനാണ് അബൂബക്കർ. അതുകൊണ്ട് അബൂബക്കറിനെ മാറ്റിയിട്ട് മറ്റൊരാളെ ഇമാമ നിശ്ചയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് പിന്നിലുള്ള ആ ഉപദേശത്തിന് അല്ലെങ്കിൽ ആ നിർദ്ദേശത്തിന് അതിന്റെ പിന്നിൽ ചുരുളഴിയപ്പെടേണ്ട അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചുരുളുകൾ റസൂലുള്ളാഹിക്ക് കൃത്യമായിട്ടറിയാം. വഹി വരുന്ന പ്രവാചകനാണ്. അബൂബക്കറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾക്ക് ഇമാമായി അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് ഇമാമായി നിശ്ചയിക്കുന്നതിന് സ്വോദ്ദേശപൂർവമായ ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ ഇമാമായി നിശ്ചയിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. ആളെ മാറ്റുന്ന പ്രശ്നമല്ല, അബൂബക്കറിനോട് കൽപ്പിക്കും, അദ്ദേഹം തന്നെ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കട്ടെ. നബി ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. എന്ന് മാത്രല്ല, നിങ്ങളുടെ കൈത്, സ്ത്രീകളുടെ കൈത്, നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോ അത് സ്ത്രീയല്ലേ? അല്ല, സ്ത്രീക്ക് ഇങ്ങനത്തെ ചില കുതന്ത്രബുദ്ധികൾ അവരുടെ അടുക്കലുണ്ടാകും. ഇന്ന കൈത കുന്ന അലീം. ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തിന്റെ കഷ്ണം അതും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചേർത്ത് വെച്ചു. അത്ര നമസ്കരിക്കാൻ നിന്ന ഈ പറഞ്ഞ സത്യമാണ്. നമസ്കരിക്കാൻ നിന്ന കരയുന്ന ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അർള. പക്ഷെ ഒരു കാര്യം വന്നാൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യത്തിന്റെ മീസാനുൽ ഹഖ്, അത് ഒരു അണുവളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ അബൂബക്കർ സമ്മതിക്കില്ല. ഉസാമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ റസൂലുള്ളാഹ് മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് നിയോഗിച്ചിരുന്നു. തബൂക്ക് യുദ്ധത്തില് ആ യുദ്ധത്തിലുണ്ടായ പരാജയത്തിന് ശേഷം പിന്നീട് അവരിലേക്ക് ഒരു സൈന്യത്തെ അയക്കാൻ വേണ്ടിയിട്ട്. ആ സൈന്യം മദീനയിൽ നിന്ന് വിട്ടുകടന്നില്ല. അപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ ആ സൈന്യത്തെ അവിടെ നിർത്തിയതാണ്. സൈന്യത്തെ അവിടെ നിർത്തി. അങ്ങനെ റസൂലുള്ളാഹിന്റെ മരണം കഴിഞ്ഞു. അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ തീർന്നു. പകരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങളുടെ ഭൗതികമായ ഭരണ നേതൃത്വം ഏറ്റെടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സൈന്യത്തോട് മുന്നോട്ട് പോകാൻ ആജ്ഞാപിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ വന്നിട്ട് അബൂബക്കറിനോട് മുറാജഅ നടത്തി. ഈ സമയത്ത് ആ സൈന്യത്തെ നമ്മൾ അയക്കുന്നത് ഉചിതമാണോ? ഇതാ അറേബ്യയുടെ പല അതിർത്തി പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പല ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ബാദിയകളിലുമുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പരിത്യാഗം ചെയ്തുകൊണ്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദുമായിട്ടായിരുന്നു ഞങ്ങൾക്ക് ഉടമ്പടി. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞു, അതിനുശേഷം വന്ന അബൂബക്കറുമായി ഞങ്ങൾക്ക് ഉടമ്പടിയില്ല, ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല. ഇങ്ങനെയുള്ള റിദ്ദത്തിന്റെ പ്രവണതകൾ പല സ്ഥലങ്ങളിൽ നിന്നും തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എത്ര ആളുകൾക്ക് അതിർത്തി ഉണ്ടായി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഇന്ത്യയിൽ പോലും നമ്മുടെ രാഷ്ട്രപതി ഗാന്ധിജി പോലും പറഞ്ഞത് എന്താണ്? ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്ര നീതി ഒരു ഭരണകർത്താവ് പുലർത്തേണ്ടുന്ന നീതി എന്ന് പറഞ്ഞ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഇസ്ലാമിന്റെ ശത്രുക്കള്, ഇസ്ലാമിന്റെ വക്താക്കൾ മാത്രമല്ല ഇസ്ലാമിന്റെ ശത്രുക്കളും ഒരുപോലെ അംഗീകരിക്കുന്നതാണ് ഉമറിന്റെ നീതി. ആ ഉമർ ഭരിക്കുന്ന കാലത്ത് എല്ലാവരും സംതൃപ്തരാണോ? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിട്ടില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തുണ്ടായിട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്തുണ്ടായിട്ടില്ല.
മുഗീറത്ത് ബിൻ ശുഅബ വന്നിട്ട് പറഞ്ഞു, അബൂലൂലത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അടിമണ്ട് എനിക്ക്, അവന് എന്നോട് ഒരു ഉടമ എന്ന അർത്ഥത്തിൽ എന്നോട് ചെയ്തു തീർക്കേണ്ടതായ കടമകൾ ശരിക്ക് ചെയ്തു തീർക്കുന്നില്ല, എന്നോട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഖലീഫ എന്ന അർത്ഥത്തിൽ താങ്കളോട് ഞാൻ പരാതിപ്പെടുന്നു, എന്റെ അടിമയായ അബൂലൂലത്തിനെ ഒന്ന് ശാസിക്കണം. ഉമർ അദ്ദേഹത്തെ ഒന്ന് ശാസിച്ചു. എന്തേ ശാസിച്ചുള്ളൂ? മുഗീറത്ത് ബിൻ ശുഅബയുടെ അടിമയാണ് നീ, അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ മുഗീറത്ത് ബിൻ ശുഅബക്ക് ചില അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ അത് നിനക്ക് ലംഘിക്കാൻ പാടില്ല. അദ്ദേഹത്തോട് നീ ചെയ്യേണ്ടതായ കടമകൾ നീ ചെയ്തിരിക്കണം എന്ന കാര്യം ഖലീഫ എന്ന അർത്ഥത്തിൽ അബൂലൂലത്തിന് ശാസിച്ചു. അബൂലൂലത്തിന് തോന്നിയിട്ടുള്ള അസംതൃപ്തി അവസാനം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നല്ലൊരു സാധനം ഒരുക്കി വെച്ചു. ഇരുതല മൂർച്ചയുള്ളതാണ്, അതിന് വിഷം പുരട്ടി. എന്നിട്ട് സുബ്ഹ് നമസ്കാരത്തില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഫ് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ, ഇന്നത്തെ ഇമാമിങ്ങളെ പോലെ അല്ലല്ലോ പണ്ടത്തെ ഇമാമിങ്ങള്, അവര് സുബ്ഹ് നമസ്കാരത്തിന് പോലും സ്വഫിന്റെ കൂടെ വന്നിട്ട് എവിടെയെങ്കിലും സ്വഫിൽ വളവുണ്ടെങ്കിൽ ആ വളവ് തീർത്ത് ശരിയാക്കിയിട്ട് തക്ബീർ കിട്ടുള്ളൂ. സ്വഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്പ ഇരുട്ടാണല്ലോ, ആ ഇരുട്ട് അത് മറ പിടിച്ചുകൊണ്ട് ആ കത്തിയുമായിട്ട് ഉമറിനെതിരിൽ ആഞ്ഞു കയറിയിട്ട് അദ്ദേഹം കുത്തി. അസംതൃപ്തിയാണത്. ലോകം നീതിയുടെ കാര്യത്തിൽ വാഴ്ത്തുന്ന ഉമർ അദ്ദേഹം ചെയ്ത അതിക്രമത്തിന്റെ, അങ്ങനെയാണ് അവരുടെ ഭാഷ, അദ്ദേഹം ചെയ്തിട്ടുള്ള അനീതിയുടെ, അദ്ദേഹം ചെയ്തിട്ടുള്ള അന്യായത്തിന്റെ, അത് ആ അന്യായത്തോടുള്ള പ്രതികരണമായിരുന്നു. ആ വിസമ്മതത്തിന്റെ തത്വശാസ്ത്രമായിരുന്നു അബൂലൂലത്ത് മുറുകെ പിടിച്ചത്. ആര് ഭരിച്ചിട്ടും കാര്യമില്ല. കാര്യം കൊണ്ടെടുക്കുന്നവർ ആരാണെങ്കിലും അവരോട് അതൃപ്തി ഉണ്ടാകും. ഇനി അത് പോകട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? എത്ര റിവായത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സുനനുകൾ എടുത്തു നോക്കൂ, സുനനുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഞങ്ങൾക്കിടയിൽ കഴിച്ചു കൂട്ടിയിരുന്ന കാലത്ത് ഞങ്ങൾ പറയും, അബൂബക്കർ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു. അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ. അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അവിടുത്തെ വസ്ത്രം കാൽമുട്ടിന്റെ തൊട്ടുമീതെ എങ്ങനെയാണ്? സദസ്സിൽ അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട് റളിയല്ലാഹു അൻഹുമാ വഅർളാഹുമാ. അല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ മജ്ലിസിലേക്ക് കയറി വരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണി താഴ്ത്തിട്ടു. അബൂബക്കറിന് കൽപ്പിക്കാത്ത, ഉമറിന് കൽപ്പിക്കാത്ത ചില പ്രത്യേകതകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലദീ യസ്തഹീ മിൻഹുൽ മലായിക, അല്ലദീ യസ്തഹീ മിൻഹുൽ മലായിക. മലക്കുകൾക്ക് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തോട് ഹയാ ആണ് തോന്നുന്നത്. അദ്ദേഹത്തെ കണ്ടാൽ വളരെയധികം ഹിഷ്മത്ത് കാണിക്കുന്ന, ഹയാ കാണിക്കും മലക്കുകൾ പോലും. അങ്ങനെയുള്ളവനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സിറിയയിൽ നിന്നതാ ഒരു വലിയ കച്ചവട സംഘം വരുന്നു. മദീനയിൽ വറുതിയാണ്, പട്ടിണിയാണ്, വലിയ ബേജാറാണ്. അങ്ങനെ പലരും ചെന്നു ആ കച്ചവട സംഘം കൊണ്ടുവന്ന സ്വത്തിന് വില പറഞ്ഞു, 10 ഇരട്ടി പറഞ്ഞു. ആ കച്ചവട സംഘം ആരുടേതായിരുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റേതാണത്. വലിയ സംഘമാണ് വന്നത്, ധാരാളം സമ്പത്തുമായിട്ട്, ഭക്ഷ്യവസ്തുക്കളുമായിട്ട്, അവശ്യ വസ്തുക്കളുമായിട്ട്. ഒരുത്തർ വന്നിട്ട് പറഞ്ഞു, ഞാൻ 5 ഇരട്ടി തരാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, വിലയായിട്ടില്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 10 ഇരട്ടി വില തരാം. ആയിട്ടില്ല. 70 ഇരട്ടി ആരെങ്കിലും തരുമോ ചോദിച്ചു. ഇല്ല, 70 ഇരട്ടി കൊടുക്കാൻ മാത്രം കഴിയില്ലല്ലോ. എന്നാ ഞാനത് 70 ഇരട്ടിക്ക് വിറ്റിട്ടുണ്ട്. ജഅൽതുഹാ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ. അത് മദീനയിലുള്ള പാവങ്ങൾക്ക്, അന്ന് പട്ടിണിയുള്ള പരിധിയുള്ള ആളുകൾക്ക് 70 ഇരട്ടി. കാരണം അന്ന് അങ്ങനെയാണ്, 70 ഇരട്ടി എന്നാ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊടുത്തിട്ടുള്ള ആളാണ്. ജയ്ഷുൽ ഉസ്റ, ജയ്ഷുൽ ഉസ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രയാസങ്ങൾ, മദീനയിൽ ഏറ്റവും അധികം പട്ടിണിയുള്ള വറുതിയുള്ള കാലഘട്ടത്തിൽ, അതും കൊടുംവേനലിലാണ് ജയ്ഷുൽ ഉസ്റയെ ഒരുക്കി അയക്കുന്നത്. ആ സൈന്യത്തിന്റെ മുഴുവൻ ചെലവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് വഹിച്ചിട്ടുള്ളത്. വഹുവല്ലദീ ജഹ്ഹസൽ ജയ്ഷ്.
അദ്ദേഹമാണ് മദീനക്കാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊരു കിണർ, പ്രശസ്തമായ ഒരു കിണർ, ബിർ ഉസ്മാൻ. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എണ്ണിയാൽ ഒതുങ്ങോ? അദ്ദേഹം എന്ന് പറഞ്ഞാൽ മാ സറൈതു ഫി ഇസ്ലാമിൻ വലാ ഫി ജാഹിലിയ്യ. ഇസ്ലാമിൽ തന്റെ ആത്മവിശുദ്ധി അത് സ്വാഭാവികമാണ്. പക്ഷെ ജാഹിലിയ്യത്തിൽ പോലും ആ മോഡസ്റ്റി, ആ പാതിവൃത്യം, ആ ചാരിത്രം, ആ വിശുദ്ധി പുലർത്താൻ കഴിഞ്ഞ വ്യക്തിയാണ്, വീഴ്ചകളില്ലാത്ത വ്യക്തി. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറ്റിയിട്ടാണ് ഇവര് പറഞ്ഞുണ്ടാക്കിയത്. ആരാണ്? ഇബ്നു സൗദാ അൽ യമാനി, യമനിൽ നിന്ന് വന്നിട്ടുള്ള ആ കറുത്തവളുടെ പുത്രൻ. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയും, അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന് പറയും. അയാൾ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരിൽ നാവുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. നാവ് ചെറുതല്ല. അസംതൃപ്തി ഉണ്ടാക്കി. അസംതൃപ്തി 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 അസംതൃപ്തി. ഉസ്മാൻ സ്വന്തക്കാരെ കയറ്റുന്നു, ഉസ്മാൻ സ്വജനപക്ഷപാതിത്വം കാണിക്കുന്നു, ഉസ്മാൻ അത് ചെയ്യുന്നു, ഉസ്മാൻ ഇത് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ 4 വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരാളുടെ മനസ്സിൽ അങ്ങനെ തന്നെ അല്ലേ തോന്നും. അങ്ങോട്ട് തോന്നിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് ഇവിടെ ജീവിച്ചിരിക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാര്യം എന്താ? അദ്ദേഹം സ്വന്തക്കാർക്ക്. അങ്ങനെ പിന്നെ മദീനയിലുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ അവിടെ എരിപൊരി സഞ്ചാരം അടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കള്ളക്കത്ത് അവരുടെ പേരിൽ നാട്ടിലേക്കൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ ദുഷ്പ്രചാരണങ്ങൾ നടത്തിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരിൽ ദുഷ്പ്രചാരണങ്ങൾ നടത്തിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നടത്തുന്ന സ്വജനപക്ഷപാതിത്വത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ പക്ഷപാത മനസ്ഥിതിക്കും അദ്ദേഹത്തിന്റെ അനീതിക്കും അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. അതിനെതിരുള്ള വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം, ഇബ്നു സൗദ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം, അതുമായിട്ട് ആളുകൾ വന്നിട്ട് അവരെന്ത് ചെയ്തു? ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തന്റെ വീട്ടിൽ വെച്ചിട്ട് അതുപോലെ നടത്തി. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആരും സംതൃപ്തരായില്ല. അലി ഇബ്നു അബീ ത്വാലിബ് ഭരിച്ചിട്ട് ആരെങ്കിലും സംതൃപ്തരായോ? അദ്ദേഹം ഭരിച്ചിട്ടും സംതൃപ്തരായില്ല. ഇന്ന് അറബ് വസന്തം എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും രക്തത്തിന്റെ പൂവാണ് വിരിഞ്ഞത്. വസന്തത്തിൽ സാധാരണ പൂ വിരിയും, പക്ഷെ അവിടെ വിരിഞ്ഞത്, അറബ് വസന്തത്തിൽ വിരിഞ്ഞത് രക്തത്തിന്റെ പൂവാ. അത് വിരിഞ്ഞേ ഇരിക്കുകയാണ്. ആദ്യം ഈജിപ്തിൽ കണ്ടു ഹുസ്നി മുബാറക്കിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞു. പിന്നെ കണ്ടു ലിബിയയിൽ ഗദ്ദാഫിനെ ഒഴിവാക്കി. അതേപോലെ തന്നെ ബാഗ്ദാദിൽ പിന്നെ സദ്ദാം ഹുസൈൻ ഒഴിവാക്കി. അങ്ങനെ ഉണ്ട്. അറബ് വസന്തം ഉണ്ടാക്കിയ ഈ വിസമ്മതത്തിന്റെ അന്ന് ദുൽഖുവൈസുറ തുടങ്ങിയിട്ടുള്ള ഈ ഇബ്നു സൗദ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ഇബ്നു സൗദന്റെ തത്വശാസ്ത്രം ഇവിടെ അനീതിയാണ്, അനീതിയെ ഞങ്ങൾ പൊറുപ്പിക്കില്ല. ഈ വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം അതാണ് അറബ് വസന്തത്തിന്റെ കീഴിലും. അതാ ഇപ്പൊ സിറിയയിൽ ബശാറുൽ അസദിനെതിരിൽ എത്രയായി എന്ന് അറിയോ? 3 വർഷം പിന്തിരുമ്പോ ഔദ്യോഗികമായ കണക്ക്, UN-ലെ കണക്കനുസരിച്ച് തന്നെ 2 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു പോയി. അവിടെ വിരിഞ്ഞത് രക്തത്തിന്റെ പൂക്കളായിരുന്നു. അവിടെ ഏതാണ്ട് ഒരു 15 ലക്ഷത്തിലധികം ആളുകൾ, 1.5 മില്യണിലധികം ആളുകൾ അവര് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. എല്ലാവരും തൃപ്തരാവുക, അങ്ങനത്തെ ഒരവസ്ഥ വരും എന്നുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ വിശ്വസിക്കണ്ട, കരുതണ്ട. മുഹമ്മദ് നബിന്റെ കാലത്ത് ദുൽഖുവൈസറക്ക് തൃപ്തി തോന്നിയിട്ടില്ല. അബൂബക്കറിന്റെ കാലത്ത് പലർക്കും തോന്നിയിട്ടില്ല. ഉമറിന്റെ കാലത്ത് പലർക്കും തോന്നിയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു ഭരണാധികാരി നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഫസ്ബിറൂ ഹത്താ തൽഖൗനി അലൽ ഹൗദ്. നിങ്ങൾക്ക് വിസമ്മതത്തിന്റെ തത്വശാസ്ത്രമല്ല നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്, നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ആശയം ക്ഷമയുടെ തത്വശാസ്ത്രമാണ്. ഫസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം. നിന്റെ പുറത്തടിച്ചു, നിന്റെ സ്വത്തവൻ ആ ഭരണാധികാരി കവർച്ച ചെയ്തു കൊണ്ടുപോയി, എന്നാൽ പോലും ഫസ്ബിറൂ, നിങ്ങൾക്ക് ഉന്മേഷമുള്ള സമയത്ത്, നിങ്ങൾക്ക് ഉന്മേഷമില്ലാത്ത സമയത്ത്, നിങ്ങൾക്ക് പ്രയാസമുള്ളപ്പോൾ, നിങ്ങൾക്ക് പ്രയാസമില്ലാത്തപ്പോൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത്, നിങ്ങൾ വെറുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളോട് സ്വാർത്ഥത, നിങ്ങളോട് അവര് രാജ്യത്തിന്റെ സമ്പത്തും അതുപോലെ തന്നെ അവസരങ്ങളിലും സ്വാർത്ഥത കാണിച്ച്, നിങ്ങളോട് അവഗണന കാണിച്ച്, അനീതി കാണിച്ചാൽ പോലും ഫസ്ബിറൂ ഹത്താ തൽഖൗനി അലൽ ഹൗദ്,
ഹൗളിന്റെ അരികിൽ വെച്ച് നമുക്ക് കാണാം. അവിടെയാണ് നിങ്ങൾക്ക് നീതി കിട്ടുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് നീതി കിട്ടുന്നത്. അല്ലാതെ ദുനിയാവില് ഓരോരുത്തർ ഉദ്ദേശിക്കുന്ന നീതി കിട്ടില്ല. അതുകൊണ്ട് വിസമ്മതത്തിന്റെ തത്വശാസ്ത്രത്തിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉയർത്തി പിടിക്കാൻ പറഞ്ഞത് ഇസ്ബിറൂ. ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക മാത്രല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദുല്ലദീ അലൈക്കും, അദ്ദുല്ലദീ അലൈക്കും, നിങ്ങൾ ചെയ്തേണ്ട കടമകൾ അവരങ്ങനെ ചെയ്തോണ്ട് ഞാനിനി എന്റെ കടമ നിറവേറ്റാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ മേൽ അള്ളാഹു ന്യായമായും പറഞ്ഞിട്ടുള്ള കൽപ്പനകളും കടമകളും എന്തൊക്കെയാണോ അത് നിങ്ങൾ പൂർത്തീകരിക്കണം, ചെയ്തു തീർക്കണം. നിങ്ങൾക്ക് കിട്ടേണ്ടതോ അതവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ ഫസ്അലുല്ലാഹ അല്ലദീ ലക്കും, നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് ചോദിക്കുക. അത് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അള്ളാഹു ഇവിടുന്ന് തരും. ഈ ക്ഷമ അറ്റല്ലാത്ത കാര്യത്തിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ആ ക്ഷമ ആർക്കാണ് ക്ഷമിക്കാൻ സാധിക്കുന്നത്? വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അളീം. സ്വർഗത്തെ പറ്റി പറഞ്ഞു, ക്ഷമിക്കുന്നവർക്കാണത്. അതൊരു വല്ലാത്ത ഹള്ള് തന്നെയാണ്. ആ ദു ഹള്ളിൻ അളീം, ഹള്ളുൻ അളീമുള്ള ആളുകൾക്ക് അത് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യത്ത് പോയി നമ്മൾ ജീവിച്ചാലും അവിടെ അനീതി, ഇവിടെ അനീതി, അവിടെ അന്യായം, ഇവിടെ അന്യായം, അവിടെ അക്രമം, ഇവിടെ അക്രമം, അവിടെ ഭീകരത, ഇവിടെ ഭീകരത ഒക്കെ പറയും. നമ്മൾ ഹാലത്തുൽ ഇൽത്തിറാറിലാണ്, ഹാലത്തുൽ ഇഖ്തിയാറിലല്ല. ഇൽത്തിറാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സാവകാശവും നൽകപ്പെട്ട അവസ്ഥയല്ല, മറിച്ച് നിർബന്ധിതാവസ്ഥയാണ്, നിയന്ത്രിതമായ അവസ്ഥയാണ്. ഈ അവസ്ഥ എത്രത്തോളം അനുവദിക്കുന്നുവോ അത്രത്തോളം അള്ളാഹ് പറഞ്ഞത് നമ്മൾ നമ്മുടെ കടമകൾ നിറവേറ്റുക. നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ലെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കുക. ബാക്കിയുണ്ടാകുന്ന എല്ലാ അന്യായങ്ങൾക്കും ഫസ്ബിറൂ ഹത്താ തൽഖൗനി അലൽ ഹൗൽ. ഈ ക്ഷമയുടെ തത്വശാസ്ത്രം വെളുത്ത പ്രതലത്തിൽ കറുത്ത മഷിയിൽ ഒരുപാട് പോസ്റ്റുകൾ ഇറങ്ങേണ്ടതാണ്. കാരണം വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം എത്ര പ്രചരിപ്പിക്കുന്നുണ്ടോ? ഇബ്നു സൗദാന പാകി, അതുകൊണ്ട് അത് പറയും, ഞങ്ങളും സലഫികളാന്ന് പറയും. മൊത്തം ഇതന്നെയാണ്, ഈ അതൃപ്തിയാണ് ഇന്ന് മൊത്തം. എന്തെങ്കിലും വിഷയം വന്നാൽ, മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഉടനെ പറയാ ജൂതന്മാരാണ്, ഒക്കെ ജൂതന്മാരെ തലയ്ക്ക് വെച്ചു കൊടുക്കും. ജൂതന്മാര് നേർക്ക് നേരെ ഇപ്പോ ഫലസ്തീനിൽ ഗസ ആക്രമിച്ചു. ലോകത്തെ തന്നെ ഏറ്റവും നല്ല പവർഫുൾ ആർമിയുള്ള ഒരു രാഷ്ട്രമാണ് ഈ ഇസ്രായേൽ. നമുക്കറിയാവുന്നതാണ്, ഒരു ന്യൂക്ലിയർ പവറാണ്, അത് നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് അവരുടെ എല്ലാവിധ ശക്തികളും ഒരു രാഷ്ട്രം പോലും അല്ലാത്ത ഗാസ സ്ട്രിപ്പിനെ അവർ ആക്രമിച്ചിട്ട് കുട്ടികളും സ്ത്രീകളും കുട്ടികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ അടക്കം മരിച്ചത് 2200 ആളുകൾ മരിച്ചു. കൃത്യമായ കണക്കാണ്. അവിടുത്തെ ഗാസ സ്ട്രിപ്പിലുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് 2200 അപ്പുറത്തോ ചെറിയ വ്യത്യാസം. അതാ ജൂതന്മാർ ചെയ്തത്. എന്നാൽ ഇറാഖിലാരാ? അവിടെ ജൂതന്മാരാ? അവിടെ എത്ര ആളാണ് മരിക്കുന്നത്? ഓരോ മാസം കഴിയുമ്പോൾ 5000 10,000 ആളുകൾ കണക്കിലാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ജൂതന്മാരല്ലല്ലോ. അവിടെ ജൂതന്മാരുണ്ടോ? സിറിയയിൽ ആരാ? ജൂതന്മാരുണ്ടോ? അവിടെ എത്രയായി? 2 ലക്ഷത്തോളം ആളുകൾ ഈ കോൺഫ്ലിക്റ്റിൽ ടാഗ് ചെയ്ത മയ്യത്തിന്റെ കണക്കാണ് ഈ 2 ലക്ഷം എന്ന് പറയുന്നത്. അല്ലാത്ത വേറെ ഉണ്ടാവും. റിയൽ ആയിട്ടുള്ള അതിന്റെ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ മേ ബി വെരി ഹൈ. എന്നാലവിടെ ലിബിയയിലോ ആരാ? അഫ്ഗാനിസ്ഥാനിലെ ആരാ? പാകിസ്ഥാനിലെ ആരാ? എല്ലായിടത്തും നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. എന്താണ് നമ്മുടെ ശത്രു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? ദുൽ ഖുവൈസിറ, ആദ്യമായി റസൂലുള്ള ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഇത് നീതിയില്ല, അനീതിയാണ്, ഇതിൽ ഞങ്ങൾ സംതൃപ്തരല്ല, ഞങ്ങൾക്ക് സംതൃപ്തരാകുന്ന വിധത്തിലുള്ള നീതി കിട്ടിയിരിക്കണം, ഇത് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല, അനീതിക്കെതിരെയുള്ള ശബ്ദം ഞങ്ങൾ ഉയർത്തും. വിസമ്മതത്തിന്റെ തത്വശാസ്ത്രം അബൂലൂലത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ തത്വശാസ്ത്രത്തിന് ആയുധത്തിന്റെ രൂപം നൽകിയത് അബൂലൂലത്താണ്.
ഇരുതല മൂർച്ചയാണ് അതിന്, അത് വിഷം പുരട്ടിയതാണ്. അതിന്റെ ഏറ്റവും നല്ല അതിന്റെ ഒരു മീഡിയ ലെവലാണ്, അതിന്റെ മീഡിയ ലെവലാണ്, അതിന്റെ ഔട്ട്ലെറ്റാണ് ഇബ്നു സൗദ അബ്ദുല്ലാഹി ഇബ്നു സബ അദ്ദേഹം വഹിച്ചത്. അതിന്റെ ആധുനികമായ രീതിയാണ് അബുൽ അല മൗദൂദിയും അതുപോലെ തന്നെ സയ്യിദ് ഖുത്ബും ഉണ്ടാക്കിയിട്ടുള്ള ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന സംഘടന, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് അതിന്റെ ഓഫ് ഷൂട്ടുകളാണ്, അതിന്റെ പിന്നെ ബൈ പ്രൊഡക്റ്റുകളാണ് പിന്നെ ബില്ലാദിന്, അൽ ഖാഇദ, അതുപോലെ തന്നെ ഇപ്പോ ദൗലൽ ഇസ്ലാമിയ എന്ന പേരിൽ ISIS എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ പിന്നെ ഇറാഖിൽ വന്നിട്ടുള്ളത് എല്ലാം അതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെ എനിക്കൊന്നേ പറയാനുള്ളൂ, റസൂലുള്ളാഹിന്റെ ഉപദേശത്തിലേക്ക് നമ്മൾ മടങ്ങല്ലാതെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല. നമ്മൾ ഹാലത്തുൽ ഇഖ്തിറാറിലാണ്. ഹാലത്തുൽ ഇഖ്തിയാർ മുഅ്മിനീങ്ങളിൽപ്പെട്ട കുറഞ്ഞ ആളുകൾക്ക് കുറഞ്ഞ കാലം അല്ലാഹു കൊടുക്കുന്ന നിഅമത്താണ്. നമ്മൾ ഹാലത്തുൽ ഇഖ്തിറാറിലാണ്. അതുകൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് അത്രത്തോളം ദീൻ നമ്മൾ ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. നമ്മൾ വിസമ്മതത്തിന്റെ തത്വശാസ്ത്രമല്ല ഉയർത്തിപ്പിടിക്കേണ്ടത്, ക്ഷമയുടെ സഹനത്തിന്റെ തത്വശാസ്ത്രമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. നമ്മൾ ഈ തത്വശാസ്ത്രം മുറുകെ പിടിച്ചാൽ അവസാനം നമ്മൾ ചെന്ന് സന്ധിക്കാനുള്ളത് റസൂലുള്ളാഹിനോടാണ്, ഹൗദിൽ വെച്ചുകൊണ്ട്, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട്. അതിനാൽ ഫസ്ബിറൂ ഹത്താ തൽഖൗനി അലൽ ഹൗദ്, ഹത്താ തൽഖൗനി അലൽ ഹൗദ്. أقول ما سمعتم وأستغفر الله العظيم لي ولكم واستغفروه إنه هو البر الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.